അഖിലമലങ്കര മർത്തമറിയ സമാജത്തിൻ്റെ പ്രസിഡന്റ് സക്രിയാസ് മാർ തെയോഫിലോസ് തിരുമേനി അവറുകൾ, നമ്മുടെ വൈസ് പ്രസിഡന്റ് ആദരണീയനായ ജോൺ ശങ്കരത്തിൽ അച്ഛൻ, ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് മുഖ്യ ക്ലാസ് തരുന്നതിന് എത്തിയിരിക്കുന്ന മിസ്സസ് മേരി മാത്യു, നമ്മുടെ അഖിലമലങ്കരയിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന മർത്തമറിയ സമാജം പ്രവർത്തകരെ, ഏവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ആദ്യമായി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന് ഇവിടെ എത്തിയിരിക്കുന്നത് പ്രൊഫസർ മേരി മാത്യു ആണ്. മാഡത്തിനെ നിങ്ങൾക്ക് പലർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേപ്പാട് സ്വദേശിയാണ്. ചേപ്പാട് വലിയ പള്ളിയിലെ അംഗമായിരുന്നു. ഇപ്പോൾ കോട്ടയത്ത് ബെസേലിയസ് കോളേജിൽ നിന്നും വൈസ് പ്രിൻസിപ്പലായിട്ട് പ്രൊഫസർ മേരി മാത്യു റിട്ടയർ ചെയ്തു. നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് അഭിയുന്ന തിരുമനസ്സും, ഏവരും ഈ റിട്ടയർമെൻറ്റിന് വേണ്ടി കാത്തിരുന്ന അവസരമാണിത്. കാരണം നമുക്ക് അഖിലമലങ്കര മർത്തമറിയ സമാജത്തിൻ്റെ ചുമതല ഏൽക്കുന്നതിന് കാര്യക്ഷമതയുള്ള ഒരാളിനെ വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവം തന്ന ഒരു വ്യക്തിയാണെന്ന് നാം ഏവരും വിശ്വസിക്കുന്നു. പ്രൊഫസർ മേരി മാത്യു നമ്മുടെ മർത്തമറിയ സമാജത്തിൻ്റെ പല സ്ഥലങ്ങളിലെയും വാർഷികത്തിനും ആധ്യാത്മികമായിട്ടുള്ള പല സ്ഥലങ്ങളിലും പോയി ദൈവദൂത് അറിയിക്കുകയും പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് യോഗ്യമാകുമെന്നുള്ള ധാരാളം ക്ലാസ് എടുക്കുകയും അതിൽ എനിക്കും അധികം ക്ലാസ്സുകളിൽ പങ്കുചേരുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീരത്നമാണെന്ന് പറയുന്നതിന് ഒരിക്കലും ശങ്കിക്കേണ്ട. പ്രൊഫസർ മേരി മാത്യൂസിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അഭിവന്ദ്യ തിരുമേനി, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, ആദരണീയരായ അമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ദൈവനാമത്തിൽ ഏവർക്കും വന്ദനം. മലങ്കര സഭയെ, വിശിഷ്യ പരുമലയെ പരിമളമാക്കിയ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പാദസ്പർശം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പുണ്യപൂരിതമായ പരുമലയിലാണ് വിവിധ പ്രദേശങ്ങളിലായിരുന്ന നാം ദൈവ കൃപയാൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ 4 ദിവസത്തെ ഒത്തുകൂടൽ കൊണ്ട് ഒരു വലിയ ജനക്കൂട്ടം കൂടി എന്നത് മാത്രമായിരിക്കരുത്, പിതാക്കന്മാരുടെയും അൽമായരുടെയും പ്രാർത്ഥനകൾ എന്നും തളം കെട്ടി നിൽക്കുന്ന പരുമലയിൽ നിന്ന് നമ്മുടെ കുടുംബത്തിനുള്ള ഊർജം, ആത്മീയമായ ഊർജം ദൈവത്തോട് യാചിച്ച് നേടിക്കൊണ്ട് വേണം ഇവിടെ നിന്ന് 25-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം മടക്കയാത്ര നടത്തുവാൻ. പരിവർത്തനത്തിൻ്റെ ഒരു ഭവനം, മാറ്റത്തിൻ്റെ ഒരു ഭവനമായി നമ്മുടെ കുടുംബങ്ങൾ തീരുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും പ്രത്യേകമായിട്ട് ഒരുങ്ങേണ്ടതാണ്. ആധുനിക കാലഘട്ടത്തിലെ കുടുംബങ്ങളെ പല വിധത്തിൽ പല പണ്ഡിതന്മാർ തരം തിരിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ തരം തിരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: 4 വിധത്തിൽ ആധുനിക കാല കുടുംബങ്ങളെ തരം തിരിക്കുവാനായിട്ട് സാധിക്കും. 1, കയോട്ടിക് ഫാമിലീസ്, കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കുടുംബങ്ങൾ, അന്യോന്യം സ്നേഹമില്ലാതെ, അന്യോന്യം കരുതലില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, അന്യോന്യം സാന്ത്വനമില്ലാതെ കുഴഞ്ഞ് മറിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള കയോട്ടിക് ഫാമിലീസ്. ബഹുമാന്യരെ, നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെയാണോ? ചിലപ്പോഴെങ്കിലും ഇങ്ങനെയാണോ? ഇങ്ങനെയാണെങ്കിൽ മാറ്റത്തിൻ്റെ അനുഭവം നമുക്ക് വേണ്ടേ? 2ാമത്തെ തരം കുടുംബങ്ങളാണ് സ്യൂഡോ ഫാമിലീസ്, അയഥാർത്ഥമായ കുടുംബങ്ങൾ. കുടുംബമെന്ന് ഒന്നില്ല, മറിച്ച് കെട്ടിടങ്ങൾ മാത്രം.
പരസ്പര ബന്ധമില്ല, ബന്ധനങ്ങൾ മാത്രം. പ്രാർത്ഥനയില്ല, ഭൗതികമായിട്ടുള്ള സമ്പാദ്യങ്ങൾ മാത്രം. സ്യൂഡോ ഫാമിലീസ്. മൂന്നാമത്തെ തരം കുടുംബങ്ങളുണ്ട്, കോ എക്സിസ്റ്റിംഗ് ഫാമിലീസ്. ഒരുമിച്ച് സഹവസിക്കുന്നതായി നടിക്കുന്ന കുടുംബങ്ങൾ. പുറമേ നിന്ന് നോക്കിയാൽ എല്ലാം സുന്ദരം, എല്ലാം ശാന്തം, പക്ഷേ അകമേ അന്യോന്യം ഒരു സ്നേഹവുമില്ലാതെ ഒരു കുടക്കീഴിൽ പല മുറികളിൽ പല രീതിയിൽ കഴിയുന്ന ആളുകളുടേതായ ഭവനങ്ങൾ. മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, ബന്ധുമിത്രാദികൾ തമ്മിൽ, അയൽക്കാർ തമ്മിൽ, പ്രത്യേകിച്ച് മമതയില്ലാത്തതായിട്ടുള്ള കുടുംബങ്ങൾ. ഈ 3 തരത്തിലുള്ള കുടുംബങ്ങളുടെ ഭാവങ്ങൾ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിലുണ്ട് എങ്കിൽ അത് തിരുത്തി 4ാമത്തെ തരം കുടുംബങ്ങൾ കമ്മ്യൂണിയൻ ഫാമിലീസ്. ദൈവീക സംസർഗമുള്ള കുടുംബം, ദൈവം വസിക്കുന്ന കുടുംബം, ഗാർഹിക സഭ, ഡൊമസ്റ്റിക് ചർച്ച് ആയിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറുന്നതിന് നാം ഈ മർത്തമറിയ സമാജത്തിൻ്റെ 80ാം വാർഷികത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം, പ്രത്യേകമായിട്ട് ഒരുങ്ങണം. വലിയ ഒരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ നടത്താറുണ്ട്. പക്ഷെ ആത്മീയമായിട്ട് നമ്മൾ വളരുന്നുണ്ടോ? ഞാൻ ഇന്നലെ ഉച്ച മുതൽ വന്നപ്പോൾ മുതൽ എല്ലാം മാറി മാറി നിന്ന് കാര്യങ്ങളൊക്കെ പഠിക്കുകയായിരുന്നു, വീക്ഷിക്കുകയായിരുന്നു. എനിക്ക് വളരെ വിനയത്തോടെ, വളരെ സങ്കടത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനുണ്ട്. നമ്മളൊക്കെയും കുറെ കൂടി ഡിസിപ്ലിൻഡ് ആവണം, കുറെ കൂടി അച്ചടക്കമുള്ളവരാകണം. മറ്റുള്ളവർക്ക് വേണ്ടി മാറി നിൽക്കുവാൻ, മനസ്സോടുകൂടെ മാറി നിൽക്കുവാൻ തയ്യാറായിട്ടുള്ളവരാകണം. എവിടെയാണ് പ്രയാസം, ആ പ്രയാസം മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവരാകണം. അപ്പോഴാണ് ദൈവീകമായ വ്യാപാരം നമ്മുടെ ഗൃഹാന്തരീക്ഷങ്ങളിലേക്ക് കടന്നു വരുന്നത്. ആധുനിക കാല കുടുംബങ്ങളെ ഗ്രസിച്ചിരിക്കുന്നതായിട്ടുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്താണ്? അതെങ്ങനെ നമുക്ക് വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ പരിഹരിക്കുവാനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ച് ദൈവനാമത്തിൽ നമുക്ക് ആലോചിക്കാം. ആധുനിക കാല കുടുംബങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ധാർമ്മിക രംഗത്തെ സുനാമികളാണ്. ഇന്നലത്തെ ക്ലാസ്സുകളിലും നമ്മൾ കേട്ടതാണ്. അഭിവന്ദ്യ തിരുമേനിയുടെ പ്രസംഗം മുതലുള്ള സന്ദർഭത്തിൽ ധാർമ്മിക രംഗത്ത് മോറൽ ഡിറ്റീരിയറേഷൻ, ധാർമ്മിക രംഗത്ത് വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പത്രദ്വാരേണ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങളിൽ ധാർമ്മികമായ അധപ്പതനമുണ്ടോ? ജീവിത പങ്കാളികൾ ഏത് സ്വഭാവത്തിലുള്ളവരാണ്? നമ്മുടെ ആൺ പെൺ മക്കൾ എങ്ങനെയുള്ളവരാണ്? ദൈവത്തെ അറിയുന്നവരാണോ? ദൈവത്തിൽ നിന്ന് അകലുന്നവരാണോ? രണ്ടാമത്തെ പ്രശ്നം മാധ്യമങ്ങളുടെ അതിപ്രസരം. പലവിധമായ മാധ്യമങ്ങൾ കടന്നു വന്നപ്പോഴേക്കും സന്ധ്യാനേരത്തെ പ്രാർത്ഥനകൾ, കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനകൾ TV സീരിയലുകൾ കണ്ട് കരയുന്ന അവസ്ഥകളായിട്ട് മാറിപ്പോയില്ലേ? കഴിഞ്ഞ ദിവസം അഭിവന്ദ്യ തിരുമേനി പറഞ്ഞുവല്ലോ, എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നതെന്നൊരു വീട്ടിൽ ചെന്നപ്പോൾ അഭിവന്ദ്യ തിരുമേനി ചോദിച്ചപ്പോൾ ആ വീട്ടിലെ അമ്മ പറഞ്ഞു അത്രേ, കറണ്ട് പോകുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, TV സീരിയലുകൾ തീരുമ്പോഴും കറണ്ട് പോകുമ്പോഴുമാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? മാധ്യമങ്ങളുടെ അതിപ്രസരം എവിടെ നിൽക്കുന്നു? ഒരു സെൽഫ് ഇവാലുവേഷന്, നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധികളായ സ്ത്രീകൾ നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിൽ എങ്ങനെയാണെന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള അവസരമാണ് ഇത്. മൂന്നാമത്തേത് സാമൂഹിക ജീവിതത്തിലെ മാറ്റം. സമൂഹത്തിൽ ആകമാനം തിരക്കും തത്രപ്പാടുമെല്ലാം. ഇന്നലെ വൈകിട്ട് 9 മുതൽ 10 വരെയുള്ളതായ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധയോടെ കേട്ടു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. 139 സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി
ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നാലും ക്രൈസ്തവ കുടുംബങ്ങൾ, ക്രൈസ്തവ സ്ത്രീകൾ ദൈവത്തെ അറിഞ്ഞ് ഭയപ്പെട്ട് നടക്കുന്നതിനും ജീവിക്കുന്നതിനും ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുടെ അതിപ്രസരം. മണിമാളികകളും ബാങ്ക് ഡിപ്പോസിറ്റുകളും ഒക്കെ ധാരാളമായിട്ട് വർദ്ധിക്കുന്നു. പക്ഷേ ദൈവത്തെ അറിയുന്ന ജനമോ കുറഞ്ഞു പോകുന്നു. പ്രാർത്ഥനക്കൂട്ടങ്ങൾ വർദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു. പ്രാർത്ഥനാ മനുഷ്യരുടെ എണ്ണം കുറഞ്ഞു പോകുന്നുവോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു. കുടുംബാരാധനയിൽ വന്നതായ മാറ്റം, ആധുനിക കാലഘട്ടത്തിലെ വന്ന വലിയൊരു പരിണാമമാണ് കുടുംബാരാധനയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള മാറ്റം. മറ്റൊന്ന്, സമയക്കുറവ് കൊണ്ട് തുറന്ന ആശയവിനിമയമില്ലാതിരിക്കുന്നു. എല്ലാവരും തത്രപ്പാടിലാണ്. തുറന്ന് കാര്യങ്ങൾ പറയുന്നതിന് ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ട് വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ. മറ്റൊന്ന്, ആതിഥ്യ മര്യാദകളിലുള്ള അലംഭാവം. അതിഥികളെ സ്വീകരിക്കുന്നതിന് സമയമില്ലാതെ വരിക. ആചാര ഉപചാരങ്ങളിലുള്ളതായ മാറ്റം. വൃദ്ധജനങ്ങളോടുള്ള താല്പര്യമില്ലായ്മ. കുഞ്ഞുങ്ങളെക്കുറിച്ച് അമിതമായ ആകാംക്ഷ. പുതിയ കുടുംബങ്ങളുടെ ചിത്രമാണിതൊക്കെ. നമ്മുടെ കുടുംബം പണ്ട് ഭരിച്ചുകൊണ്ടിരുന്നത് ദൈവത്തെ മുൻനിർത്തി വാർദ്ധക്യത്തിലുള്ളവരായിരുന്നു. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് കുഞ്ഞുങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് ആയിരിക്കുന്നു. മറ്റൊന്ന്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വന്ന മാറ്റം. ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുത് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ പലപ്പോഴും അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയോ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയോ ചെയ്യുന്നതായിട്ടുള്ള കാലം. മിതത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാലം. സ്നേഹം ഇല്ലാതെ വരുന്ന കാലം. പ്രേമം വർദ്ധിക്കുകയും സ്നേഹം ഇല്ലാതെ വരികയും ചെയ്യുന്ന കാലം. സ്നേഹം ത്യാഗമാണ്. ത്യാഗം സഹിക്കുവാൻ ആർക്കും സന്നദ്ധതയില്ല. എല്ലാം എളുപ്പം കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളതായിട്ടുള്ള കാലം. ഈ കാലഘട്ടത്തിൽ, ഈ വലിയ സമ്മേളനത്തിൽ ദൈവതിരുനാമത്തിൽ നാം എല്ലാവരും കൂടിയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെക്കുറിച്ച് സുബോധമുള്ളവരാകാം. ഒരു പുത്രന് സുബോധം വീണപ്പോൾ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. നമുക്കാദ്യം നമുക്ക് തന്നെ സുബോധമുള്ളവരാകാം. റിയലൈസേഷൻ, ഫസ്റ്റ് സ്റ്റെപ്പ് റിയലൈസേഷൻ. നമുക്ക് ബോധമില്ലെന്നല്ല, സുബോധം, നല്ല ബോധം. എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ ഞാൻ ആരാണ്? എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ ഞാൻ എന്താണ്? എൻ്റെ കർത്താവെ, അങ്ങയിൽ നിന്ന് ഞാൻ എത്രയോ അകലെയാണ്. എനിക്ക് അങ്ങയുടെ അടുത്തേക്കൊന്ന് വരണം. എനിക്ക് അങ്ങയെ ഒന്ന് കേൾക്കണം. എനിക്ക് അങ്ങയോട് സംസാരിക്കണം. എനിക്ക് അവിടുത്തെ മകളാകണം. ഈ ആഗ്രഹത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. രണ്ടാമത്, നമ്മുടെ കുടുംബങ്ങളിൽ പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാകണം. എന്തിനാണ് 4 ദിവസം നമ്മൾ വീട് വിട്ട് ഇങ്ങോട്ട് വന്നത്? ഉറച്ച തീരുമാനങ്ങളോടുകൂടി ഈ കോൺഫറൻസിൽ നിന്ന് പോകുമ്പോൾ ആത്മീയമായ വളർച്ചയോടുകൂടി ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ സ്ത്രീയായി പോകുന്നതിന് നമുക്ക് സാധിക്കണം. റെസല്യൂഷൻ. മൂന്നാമത് ഉണ്ടാകേണ്ടത് റിപ്പൻഡൻസ്. കഴിഞ്ഞ കാലങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ, മനസ്സോടോ മനസ്സുകൂടാതെയോ, അറിവോടോ അറിവ് കൂടാതെയോ, പറഞ്ഞോ ചെയ്തോ ചിന്തിച്ചോ പോയതായ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് പശ്ചാത്തപിക്കുവാനാണ് നാം ഈ പരുമലയിൽ സമ്മേളിച്ചിരിക്കുന്നത്. നാം വെറുതെ ഒരു സ്ഥലത്ത് സമ്മേളിച്ചിരിക്കുകയല്ല. പരിശുദ്ധ പിതാവിൻ്റെ പാദപീഠത്തിങ്കൽ നാം സമ്മേളിച്ചിരിക്കുന്നത് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനാണ്. റിപ്പൻഡൻസ്. അടുത്തത് റിട്ടേൺ, മടങ്ങി വരിക. സുബോധം വീണു, മടങ്ങി വരവ്. ഇനി നമ്മളൊരു പുതിയ വ്യക്തിയായി,
രൂപാന്തരപ്പെടുന്നതിനുള്ളതായ ഒരുക്കമാണ്. അങ്ങനെ രൂപാന്തരപ്പെടുമ്പോൾ വരുന്ന അടുത്ത പടിയാണ് റെക്കൺസിലിയേഷൻ. ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ വെച്ച് ക്ഷമ ചോദിക്കാം. നമുക്ക് ക്ഷമ ചോദിക്കാം. ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ചോദിക്കുവാനുള്ള ഒരു പ്രവണത മനസ്സിൽ. റെക്കൺസിലിയേഷൻ. കുടുംബങ്ങൾ മനോഹരമാകണമെങ്കിൽ ഈ റെക്കൺസിലിയേഷൻ അനിവാര്യമാണ്. അത്രയുമായി കഴിയുമ്പോൾ അടുത്ത പടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. റീകോട്ടിംഗ്. നമ്മുടെ വീടുകളൊക്കെ നമ്മൾ പെയിൻറ് ചെയ്യുമല്ലോ. പെയിൻറ് ചെയ്യുന്നതിന് മുൻപൊരു മെയിൻ്റനൻസ് വർക്കുണ്ട്. ചില വീടുകൾ, പഴയ വീടുകളൊക്കെ പുട്ടിയടിച്ച് ശരിയാക്കും. അതുപോലൊരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യുക. വിശുദ്ധ കുമ്പസാരത്തിലൂടെ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ഒരു റീകോട്ടിംഗ് നടത്തിയിട്ട് വേണം ഇവിടെ നിന്ന് പോകുവാൻ. ഒരു മാറ്റം. നീ ഉച്ച മുതൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ, വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ പോകുമ്പോൾ ഒക്കെയും ഒരു മാറ്റം. ഞാൻ മറ്റേയാളിന് വേണ്ടി മാറിക്കൊടുക്കാം എന്ന ഒരു ചിന്തയോടുകൂടി റെക്കൺസിലിയേഷൻ്റെയും റീകോട്ടിങ്ങിൻ്റെയുമായിട്ടുള്ള ഒരു ചിന്ത നമുക്ക് പ്രവൃത്തി പഥത്തിലേക്ക് വരുമ്പോൾ വി ക്യാൻ റിജോയ്സ് ഇൻ ഓൾമൈറ്റി ഗോഡ്. അപ്പോഴാണ് നമുക്ക് ആത്മീയമായ റിജോയ്സിങ്, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. ഈ ആനന്ദത്തോടുകൂടി, ഈ സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകുന്നതിന് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനത്തിൻ്റെ 165 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക്, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് സമാധാനമുണ്ട്. നമ്മൾ പാടാറുണ്ട്, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. യേശുവിൻ്റെ വചനങ്ങളിൽ, വചനത്താലും പ്രാർത്ഥനയാലും പവിത്രീകരിക്കപ്പെടുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം. ഈ ചിന്താവിഷയത്തിൽ അടിസ്ഥാനപ്പെട്ട് ന്യായപ്രമാണത്തിൽ പ്രിയം വെച്ചുകൊണ്ട് സമാധാനം അനുഭവിക്കുമ്പോൾ നമുക്ക് വീഴ്ച ഏതും ഉണ്ടാകാതെ വരും. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ചിന്തിക്കുവാനും പഠിക്കുവാനും ആദ്യമായ ഒരു വാക്യം വിലാപങ്ങൾ 2:18-19. വിലാപങ്ങൾ 2:18-19. സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വിലാപങ്ങൾ 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ, സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. ക്രൈസ്തവ സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണ് കണ്ണുനീരോട് പ്രാർത്ഥിക്കുക. കണ്ണുനീരിൻ്റെ കുറവാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ കുറവ്, സന്തോഷത്തിൻ്റെ കുറവ്, സ്നേഹത്തിൻ്റെ കുറവ്. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ് കുടുംബത്തിൻ്റെ വിളക്ക്. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അമ്മയെ മക്കൾ എഴുന്നേറ്റ് ഭാഗ്യവതി എന്ന് പുകഴ്ത്താതിരിക്കുവാൻ സാധിക്കുകയില്ല. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിൽ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഒന്നാമത്തെ നഷ്ടം. 2-ാമത്തെ നഷ്ടം, നമ്മളൊക്കെയും ജോലി ചെയ്ത് ധാരാളം പണം തലമുറകൾക്ക് വേണ്ടി സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ തലമുറകൾക്ക് വേണ്ടി അമ്മമാർക്ക് നേടിക്കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഫിക്സഡ് ഡിപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം എന്താണെന്ന് ചോദിച്ചാൽ, വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് വഴി അവർ നൽകുന്ന അനുഗ്രഹമെന്ന ഫിക്സഡ് ഡിപ്പോസിറ്റാണ്. ഇതും ക്രൈസ്തവ സ്ത്രീകൾ മറക്കുന്നതായി നടിച്ചുകൊണ്ടോ ഇരിക്കുന്നു. വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് വഴി അവർ നൽകുന്ന അനുഗ്രഹം എന്ന സ്ഥിര നിക്ഷേപം
നമ്മുടെ പ്രിയ മക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഓലോല കണ്ണുനീരൊഴുക്കുക. കാരണം അഹംബോധം നമുക്കൊക്കെ ഉണ്ട്. ഈ അഹംബോധത്തെ കഴുകിക്കളഞ്ഞെങ്കിൽ മാത്രമേ ശുശ്രൂഷ മനോഭാവം ഉണ്ടാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്. നീ യാമാരംഭത്തിൽ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. കർത്താവിൻ്റെ സന്നിധിയിൽ വെള്ളം പോലെ ഹൃദയത്തെ പകരുന്ന അമ്മമാരുള്ള കുടുംബം വിളക്ക് പോലെ ശോഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓലോല കണ്ണുനീരൊഴുക്കി ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഭംഗിയായി ചെയ്യുന്ന നല്ല സ്ത്രീകളുടെ ഒരു ഫെലോഷിപ്പായിട്ടും കൂടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മർത്തമറിയ സമാജം വളരുവാനിടയാകട്ടെ എന്ന് പ്രത്യേകമായി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഫാമിലി, കുടുംബം എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഫാമിലി. ഫാമിലി എന്ന പദത്തിൽ തന്നെ ക്രൈസ്തവ കുടുംബം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ സൂചന അന്തർലീനമാണ്. ഫാമിലി, എഫ്, ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ബി ഫെയ്ത്ത്ഫുൾ. ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക. നീ നിന്നോട് തന്നെ വിശ്വസ്തയായിരിക്കുക. നീ മറ്റുള്ളവരോട് വിശ്വസ്തയായിരിക്കുക. നിന്റെ ദൈവത്തോട് വിശ്വസ്തയായിരിക്കുക. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മോട് വിശ്വസ്തരായിരിക്കുക. മറ്റുള്ളവരോട് വിശ്വസ്തരായിരിക്കുക. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക. ഫാമിലി എന്നതിൻ്റെ മൂലക്കല്ലാണിത്. പ്രത്യാശയുള്ള, ദൈവവിശ്വാസമുള്ള, പ്രാർത്ഥനയുള്ള അമ്മമാരായിട്ട് വളരുമ്പോൾ നമ്മുടെ കുടുംബം ഫാമിലിയായിട്ട് കെട്ടുറപ്പുള്ള ഭവനങ്ങളായിട്ട് തീരും. നമുക്ക് നമ്മളോട് വിശ്വാസമുണ്ടോ? പലപ്പോഴും പല സ്ത്രീകളും പറയാറുണ്ട് എന്തോ ഒരു കഷ്ടപ്പാടാണ് ഈ ഭവനത്തിലേക്ക് വന്നതുകൊണ്ട്. ദൈവം നമ്മെ ശോധന ചെയ്യുവാനും ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തുവാനും ആക്കിയിരിക്കുന്ന ഭവനമാണ് നമ്മെ എത്തിച്ചിരിക്കുന്ന ഭവനം. കുടുംബജീവിതം ജഡീകമായ അഭിലാഷമല്ല, ദൈവീകമായ അനുരാഗമാണ്. കുടുംബജീവിതം ജഡീകമായ അഭിലാഷമല്ല, ദൈവീകമായ അനുരാഗവും കൂട്ടുത്തരവാദിത്വവും സമർപ്പണവും സഹനവുമാണ്. കുറേ വാക്കുകൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു. ജഡീകമായ അഭിലാഷമല്ല, ദൈവീകമായ അനുരാഗമാണ്, കൂട്ടുത്തരവാദിത്വമാണ്, സമർപ്പണമാണ്, സഹനമാണ്. അങ്ങനെയുള്ളിടത്ത് മാത്രമേ നല്ല കുടുംബങ്ങൾ രൂപപ്പെടുകയുള്ളൂ. എ, അപ്രീസിയേഷൻ. എഫ്, ഒരിക്കൽ കൂടി താലന്തുകളുടെ ഉപമ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നല്ലവനും വിശ്വസ്തരുമായ ദാസൻ ആരായിരുന്നുവെന്ന് താലന്തുകളുടെ ഉപമ പഠിച്ചപ്പോഴൊക്കെ നമ്മൾ വായിച്ചു പഠിച്ചിട്ടുള്ളതാണ്. നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് ആ താലന്തുകൾ വർദ്ധിപ്പിച്ചവരെ പോലെ വർദ്ധിപ്പിക്കുന്നവരാണോ നമ്മൾ, അതോ കുഴിച്ചു മൂടുന്നവരാണോ? 2, അപ്രീസിയേഷൻ. പരസ്പരം അഭിനന്ദിക്കുവാനും പരസ്പരം കുറ്റങ്ങൾ പറഞ്ഞ് വിധിച്ച് മറ്റുള്ളവരെ പഴിച്ച് അന്യോന്യം ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതെ മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നതിന് ശ്രമിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചോദനം കൊടുക്കുന്നതിനും ശ്രമിക്കുക. നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ അമ്മയുടെ ഒരു യാത്ര, എലിസബായുടെ അടുത്തേക്കുള്ള യാത്ര. എത്ര മനോഹരമായ കുടുംബമാണ് സക്കറിയ പുരോഹിതൻ്റെയും എലിസബായുടെയും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളും കുറ്റമില്ലാതെ പാലിക്കുന്നവരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ഓർക്കാം. നമുക്ക് തന്ന ജീവിത പങ്കാളികളെക്കുറിച്ച് ഓർക്കാം. അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരാകുന്നതിന് ഓലോല കണ്ണുനീരൊഴുക്കുക. ഇവിടെ ഇരിക്കുന്നവരിൽ പലരുടെയും കണ്ണുകളും മുഖവും മാറുന്നത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കാണുന്നുണ്ട്. നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. മടങ്ങി വരും,
സുബോധം വീഴും. അങ്ങോട്ടുള്ള യാത്രയ്ക്ക് മുൻപേ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുവാൻ കൂടെ കിട്ടും. ഓലോല കണ്ണുനീര് ഒഴുക്കുക. അപ്രീസിയേഷനാണ് ആവശ്യം. എം മീക്ക്നെസ്, സൗമ്യത, വിനയം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ പറയുന്നു, യഹോവയുടെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. യഹോവയുടെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമുക്ക് വിനയമുണ്ടോ? നമുക്ക് വിനയമുണ്ടോ? ഒന്ന് മാറി നിൽക്കാൻ, നമുക്കൊരല്പം ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? മീക്ക്നെസ്, സൗമ്യത. അടുത്തത് ഇൻ്റഗ്രിറ്റി. ഫാമിലിയുടെ ഒരു സമന്വയിക്കുക, എല്ലാ കാര്യങ്ങളെയും കൂടെ കോർഡിനേറ്റ് ചെയ്യുക, ഇൻ്റഗ്രിറ്റി ഉള്ളവരായി തീരുക. തളർവാദ രോഗിയെ ഒരുമനപ്പെട്ട് കെട്ടിയിറക്കിയ കുറേ പേരുണ്ടല്ലോ, അവരുടെ ഇൻ്റഗ്രിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനുള്ള ഇൻ്റഗ്രിറ്റി ഏത് കുടുംബത്തിനുണ്ടോ അതാണ് ഉത്തമമായിട്ടുള്ള കുടുംബം. ദെൻ ലിസണിങ്, ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക, ശ്രദ്ധയോടുകൂടെ ഇരിക്കുന്നതിന് ശ്രമിക്കുക. കുടുംബത്തിൽ അന്യോന്യം ശ്രദ്ധ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. എവിടെയോ ക്ലാസ് എടുത്തപ്പോൾ ഈ ശ്രദ്ധിക്കുന്നതിനെ കുറിച്ച് ഉദാഹരണം പറഞ്ഞതുമാണ്. ശ്രദ്ധ ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഒരു കൂട്ടം ആളുകൾ ശ്രദ്ധിക്കുന്നത് പലപ്പോഴും ഒരു പാത്രം നമ്മൾ ചൂടാക്കി അതിനകത്ത് ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ ഉണ്ടാകുന്ന അനുഭവം പോലെയാണ്. ചൂടായ പാത്രത്തിൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം അങ്ങ് ആവിയായി പോകും. ഇതുപോലെയാണ് പലരും ശ്രദ്ധിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയുടെ ശബ്ദം നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു. മഴ എന്താണെന്ന് നമ്മളിൽ എത്ര പേർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചു? ഖലീൽ ജിബ്രാൻ്റെ ദ സോങ് ഓഫ് ദ റെയിൻ എന്ന് പറയുന്ന ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, മനസ്സിൽ മൃദുലതയുള്ളവർക്കേ മഴ എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണമെങ്കിൽ മനസ്സിൻ്റെ അഹങ്കാരം മുഴുവൻ മാറ്റിക്കളയണം. എപ്പോഴാണോ നമ്മുടെ മനസ്സ് സൗമ്യത കൊണ്ട് നിറയുന്നത്, അപ്പോഴാണ് നമുക്ക് ദൈവത്തെ രുചിച്ച് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ലിസണിങ്, ശ്രദ്ധിക്കുക. അറയിൽ കടന്ന് മൗനമായി ശാന്തമായി മിണ്ടാതിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ ബഹളം ലോകത്തിൽ നടക്കുന്നുണ്ട്. നമുക്ക് ആന്തരിക മൗനം വേണം, ഇൻറ്റീരിയർ സൈലൻസ്. അപ്പോഴാണ് ഉത്തമമായ പ്രാർത്ഥന ഉണ്ടാകുന്നത്. ആന്തരികമായിട്ടുള്ള മൗനം. വൈ ഈൽഡിങ്, ഈൽഡ് ചെയ്യുക, വിധേയപ്പെടുക. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, മാനിക്കേണ്ടവരെ മാനിക്കുക. കുടുംബജീവിതത്തിൽ അന്യോന്യം മാനിക്കുവാൻ, അന്യോന്യം ആദരിക്കുവാൻ, അന്യോന്യം ബഹുമാനിക്കുവാൻ പഠിക്കുമ്പോഴാണ് ഉത്തമമായ കുടുംബങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പെട്ടെന്ന് ഒന്നുകൂടെ പറയാം. ഹാവ് ഫെയ്ത്ത് ആൻഡ് ബി ഫെയ്ത്ത്ഫുൾ. അപ്രിസിയേഷൻ. meekness. integrity. listening. yielding. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുക. ദൈവം നമ്മളെ ഉയർത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം. നമ്മുടെ കുടുംബങ്ങൾ മണൽപ്പുറത്താണോ പാറകളിലാണോ പണിതിരിക്കുന്നത്, പണിതുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വീടുകൾ മണൽപ്പുറത്താണോ പാറയിലാണോ നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. പലതരം സംഘർഷങ്ങൾ നമ്മുടെ ഭവനാന്തരീക്ഷങ്ങളിലുണ്ട്. അത് ഒതുക്കി തീർക്കുന്നതിനൊക്കെ നാം ആഗ്രഹിക്കുന്നുണ്ട്. മെഴുകുതിരി ഊതിയാൽ കെടുത്താൻ പറ്റും, കാട്ടുതീ ഊതിയാൽ ആളിപ്പടരും. മെഴുകുതിരി ഊതിയാൽ പെട്ടെന്ന് കെട്ടുകൊള്ളും, കാട്ടുതീ ഊതിയാൽ ആളിപ്പടരും. മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്ന സമയം പോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംഘർഷങ്ങളും അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഊതിക്കളയുന്നതിന് പരിശുദ്ധാത്മകൃപ നേടുവാൻ പ്രാപ്തരാകാൻ
സ്ത്രീകൾ ഒരുങ്ങണമെങ്കിൽ ഓലോല കണ്ണുനീരൊഴുക്കുക, അല്ലാതെ മറ്റൊരു മുഖാന്തരമില്ല. ക്രൈസ്തവ കുടുംബങ്ങൾക്കുണ്ടായിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: വിശ്വാസം, പ്രത്യാശ, സ്നേഹം, നന്മ, നന്ദി. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. 5 കാര്യങ്ങൾ: വിശ്വാസം, പ്രത്യാശ, സ്നേഹം, നന്മ, നന്ദി. ഈ 5 കാര്യങ്ങൾ മനുഷ്യരോടും ദൈവത്തോടും ഉണ്ടാകുമ്പോഴാണ് ഉത്തമമായ ക്രൈസ്തവ കുടുംബങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിന് സംശയമില്ല. നന്മയല്ലാത്തതൊന്നും അനുകരിക്കാൻ ശ്രമിക്കരുത്. തിന്മ അനുകരിക്കുമ്പോൾ വിനാശത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. ക്രൈസ്തവ കുടുംബത്തിന് 4 പ്രത്യേകത സ്വഭാവങ്ങൾ ആവശ്യമാണ്. 1, ക്രിസ്ത്യൻ കമ്മിറ്റ്മെൻറ്റ്, ക്രൈസ്തവമായിട്ടുള്ള സമർപ്പണം. ക്രൈസ്തവമായ സമർപ്പണം ക്രൈസ്തവ കുടുംബങ്ങൾക്ക് അനിവാര്യമാണ്. 4 മൂലക്കല്ലുകൾ. 1, ക്രിസ്ത്യൻ കമ്മിറ്റ്മെൻറ്റ്, പ്രാർത്ഥനയിൽ, സ്നേഹത്തിൽ, സഹിഷ്ണുതയിൽ. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും. ഇത് നമുക്കുണ്ടായിരിക്കണം. ഈ കെട്ടുറപ്പുള്ള ക്രിസ്ത്യൻ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടായിരിക്കണം. 2, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ, നമ്മൾ നമ്മളോട് സംസാരിക്കണം. കർത്താവേ, എത്രയോ കുറവുകളാണ് എനിക്കുള്ളത്. വിശുദ്ധ കുർബാനയുടെ അവസാനത്തിൽ വാഴ്വിന് മുൻപ് അഭിവന്ദ്യ തിരുമേനി കുറവുള്ളതും കുറ്റമുള്ളതുമായ പ്രാർത്ഥനകൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. കുറവുള്ളതും കുറ്റമുള്ളതുമായ നമ്മുടെ ജീവിതം, ഇത് നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് തിരുത്തണം. അങ്ങനെ തിരുത്തണമെങ്കിൽ ഡോണ്ട് ബി പ്ലാസ്റ്റിക് ബട്ട് ബി ഇലാസ്റ്റിക്. ഒരു മോൾഡ് പ്ലാസ്റ്റിക് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല. ഇലാസ്റ്റിക് ആക്കിയാൽ അത് സ്ട്രെച്ച് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഒരിക്കലും മാറുകയില്ല എന്ന ഒരു മനോഭാവമല്ല. ഞാൻ എപ്പോൾ വേണമെങ്കിലും മാറാൻ തയ്യാറാണ്, എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ന് ചിന്തിക്കുവാനുള്ള ഒരുക്കം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ദൈവത്തോട് നിരന്തരം പ്രാർത്ഥനയാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. 3-ാമത്തെ മൂലക്കല്ല്, 3-ാമത്തെ കല്ല് എന്ന് പറയുന്നത് കൺസിഡറേഷൻ, കൺസേൺ, മറ്റുള്ളവരോടുള്ള കരുതൽ. മറ്റുള്ളവരോടുള്ള കരുതൽ, മറ്റുള്ളവരെ കുറിച്ചുള്ളതായ വ്യാകുലത. വ്യാകുലത, കർത്താവിൻ്റെ അമ്മയുടെ വ്യാകുലത കാനാവിലെ കല്യാണ നാളിൽ നമ്മളൊക്കെ വായിച്ചു പഠിക്കുന്നവരാണ്. ഒരു മകനെ പ്രവർത്തന നിരതനാക്കി, രുചിയില്ലാത്ത, മണമില്ലാത്ത, ഗുണമില്ലാത്ത, നിറമില്ലാത്ത, വീര്യമില്ലാത്ത വെള്ളത്തെ വീഞ്ഞാക്കി പരിണമിപ്പിച്ച ആ അമ്മയുടെ ആവശ്യബോധം, ആ അമ്മയുടെ കൺസേൺ, ആ അമ്മയുടെ കൺസിഡറേഷൻ, ആ അമ്മയുടെ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് മാതൃകയാക്കാം. ആ മാതൃകയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരോട് കരുതലോടുകൂടെ ജീവിക്കാം. നോട്ടം കൊണ്ട്, ആംഗ്യം കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് സാന്ത്വനം കൊടുക്കാം. ഞാൻ ഇന്നലെ ഇതിലെയൊക്കെ പലരോട് സംസാരിച്ചു. അതിനകത്ത് 5 പേരെന്നോട് ഷെയർ ചെയ്തത്, ടീച്ചറെ പണമുണ്ട്, മക്കൾ പഠിച്ചിട്ടുണ്ട്, പലവിധമായ സൗകര്യങ്ങൾ പഴയതിലുമുണ്ട്, പക്ഷേ സാന്ത്വനമാണ് ഞങ്ങൾക്ക് ആവശ്യം. സാന്ത്വനം തരാൻ ആളില്ല എന്ന് 5 പേര് കഴിഞ്ഞ രാത്രികാലത്ത് ഷെയർ ചെയ്യുകയുണ്ടായി. സാന്ത്വനം അന്യോന്യം ആംഗ്യം കൊണ്ട്, അന്യോന്യം ബോഡി ലാംഗ്വേജ് കൊണ്ട്, അന്യോന്യം നോട്ടം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ട്, പണം കൊണ്ട് ഒക്കെയും മറ്റുള്ളവരെ, സമയം കൊണ്ട് ഒക്കെയും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക. 4-ാമത്, നമ്മൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്നവരാണ്. വീട് വിട്ട് 4 ദിവസം ഇറങ്ങി വന്ന നമ്മൾ നമ്മുടെ ഇടവകയിൽ ശ്രദ്ധിക്കപ്പെടുന്നവരാണ്. മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. 4-ാമത് വേണ്ടത് കൺവിക്ഷൻ, വിറ്റ്നസ്സിങ് ലൈഫ്.
സാക്ഷ്യമുള്ള ഒരു ക്രൈസ്തവ ജീവിതമില്ല എങ്കിൽ മറ്റുള്ളവർ നമ്മളെ പഴിക്കുവാൻ ഇടവരുമെന്ന് ഇതൊക്കെയും ഉണ്ടാകുന്നതിന് വേണ്ടി സിയോൻ പുത്രിയുടെ മതിലെ കണ്ണുനീരൊഴുക്കുക, രാത്രിയുടെ യാമാരംഭത്തിൽ പ്രാർത്ഥിക്കുക, നിന്റെ ഹൃദയം കർത്തൃസന്നിധിയിൽ വെള്ളം പോലെ പകരുക. ഇത്ര മനോഹരമായ ഒരു വാക്യമാണ് അവിടെ നമ്മളെ ദ്യോതിപ്പിക്കുന്നത്. ക്രൈസ്തവ കുടുംബജീവിതത്തിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്: 1, കർത്താവിന് ആതിഥ്യം നൽകുന്ന കുടുംബമായിരിക്കണം നമ്മുടേത്. കർത്താവ് കടന്നു വരുവാൻ എപ്പോഴും വാതിൽ തുറന്ന് ഇട്ടിരിക്കുന്ന കുടുംബമായിരിക്കണം നമ്മുടേത് എന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ മാർത്താ മറിയയുടെ ബഥാന്യയിലെ കുടുംബം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ ഹൃദയവാതിൽ തുറന്നിട്ട് കുടുംബത്തെ പരിശുദ്ധാത്മ കൃപ കൊണ്ട് നിറച്ച ലുദിയായെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം, ഇവിടെയൊക്കെയും കർത്താവിന് ആതിഥ്യമരുളുന്ന ഹൃദയങ്ങളെയും കർത്താവിന് ആതിഥ്യമരുളുന്ന കുടുംബങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, കർത്താവിന് ആതിഥ്യമരുളുന്ന കുടുംബങ്ങളാണോ നമ്മുടേത് എന്ന് ആലോചിക്കുക. 2, കർത്താവിനെ ഉൾക്കൊള്ളുന്ന കുടുംബം. കർത്താവിനെ ഉൾക്കൊള്ളുന്ന കുടുംബം, മറിയയെ പോലെ കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ കേൾക്കുന്ന, കർത്തൃശബ്ദം കേൾക്കുന്ന കുടുംബങ്ങളാക്കി നമ്മുടെ പ്രിയ മക്കളെയും നമ്മുടെ ജീവിത പങ്കാളികളെയും വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെയും ഒരുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനായി പ്രാർത്ഥിക്കുക. 3, ദൈവത്തിൻ്റെ മഹത്വം കാണുന്നതായിട്ടുള്ള കുടുംബങ്ങൾ. ലാസർ മരിച്ചു, ദൈവമഹത്വം കാണുന്നതായിട്ടുള്ള കുടുംബം. അതിനോടനുബന്ധമായിട്ട് നമുക്ക് പറയാം, പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ വെക്കുന്ന കുടുംബം. മാർത്തയുടെയും മറിയയുടെയും അവസ്ഥ അതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ മാർത്തയും മറിയയും പ്രശ്നത്തെ ദൈവസന്നിധിയിലേക്ക് വെച്ചു. 18-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ ബലമായ യഹോവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ബലമായ യഹോവേ. 84-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിലും പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. പ്രതിസന്ധികൾ നിരവധി നമ്മുടെ ജീവിതത്തിൽ, ആഴമേറിയ ഓളങ്ങൾ നിരവധി ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, രോഗമായി പ്രശ്നങ്ങൾ പലവിധമായിട്ട് വരുമ്പോൾ, എൻ്റെ ബലമായ യഹോവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? അങ്ങൻ്റെ ശൈലമാണ്, അങ്ങൻ്റെ കോട്ടയാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ ദൈവമാണ്, ഞാൻ ശരണമാക്കുന്ന പാറയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും അങ്ങ് തന്നെയാണ്. 18-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച് പഠിച്ചാലേറെ നന്നായിരിക്കും. എൻ്റെ ദൈവം, എൻ്റെ രക്ഷ, എൻ്റെ പാറ, എൻ്റെ കൊമ്പ്, എൻ്റെ ഗോപുരം. എത്ര വാക്കുകളിലൂടെയാണ് നമ്മളിൽ ആ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. 46-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യവും, യഹോവ എൻ്റെ ബലവും എൻ്റെ സങ്കേതവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. പിണങ്ങിയിരിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവൻ ഏറ്റവും അടുത്ത, ഈസ് മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത തുണ, എനിക്കെപ്പോഴും ആശ്വാസം പകരുന്നവൻ. മറ്റുള്ളവരെന്നെ പഴിക്കുമ്പോൾ, പലവിധമായ പ്രയാസങ്ങളിൽ ഞാൻ വല്ലാതെ വീർപ്പുമുട്ടുമ്പോൾ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ഇതനുഭവിച്ച ഒരമ്മ, ഈ അമ്മയാണ് കുടുംബത്തിൻ്റെ വിളക്ക്. ഇത് കണ്ട് മനസ്സിലാക്കുന്ന പുരുഷൻ മെല്ലെ മെല്ലെ ഈശ്വരനിലേക്ക്, ദൈവത്തിങ്കലേക്ക് വരുന്നതായിട്ട് നമുക്ക് പല അമ്മമാരുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിനെ മുറുകെ പിടിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടണം. അതിന് 4 കാര്യങ്ങൾ നമുക്ക് കുറയണം. 1, അജ്ഞത. 2, അലസത. 3, അഹങ്കാരം. 4, ആഡംബരപ്രിയത. അജ്ഞത. വചനം പഠിക്കണം, വചനം അറിയില്ല എന്ന് നമ്മൾ പറയരുത്. തിമോത്തിയോസിന്റെ ലേഖനമൊക്കെ അങ്ങോട്ട് വായിച്ച് പഠിക്കണം. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി പറയുന്നുണ്ട്, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായി ഇരിക്കുക.
ഓരോ വാക്യത്തിലും നമുക്ക് ആവശ്യമുള്ള ദൂതുണ്ട്. അജ്ഞത മാറ്റുക. 2 അലസത, മടിയാണ്. എല്ലാം മടിയാണ്. കഴിഞ്ഞ ഒരു ദിവസം എന്നോട് 40 വർഷമായി കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട്. അമ്മച്ചി എന്നോട് പറയുമായിരുന്നു, ആദ്യകാലത്ത് 100 പേര് 50 പേരൊക്കെ ആയിരുന്നു കോൺഫറൻസിന് വരുന്നത്. ഇത്രയും പേര് കോൺഫറൻസിന് വരുന്നത് കാണുന്നത് തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാറ്റമുണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയാണ്. മാറ്റമുണ്ടാകുന്നുണ്ട്. ഒരല്പം ഡിസിപ്ലിനും കൂടെ ഉണ്ടെങ്കിൽ മാറ്റം മനോഹരമായിരിക്കും. ഈ ഡിസിപ്ലിൻ ബോധപൂർവം നമ്മൾ വരുത്തണം. ക്യൂ നിൽക്കാൻ, ചിട്ടയാകാൻ, മറ്റുള്ളവർ പുറമേ നിന്ന് നോക്കുമ്പോൾ എത്ര ചിട്ടയോടുകൂടി നമ്മൾ ചരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ. പള്ളിയിൽ കൈമുത്താൻ പോകുമ്പോൾ ഒരു സ്ത്രീക്ക് പിറകിലെ മറ്റൊരു സ്ത്രീ നിൽക്കാൻ, ഒരിക്കലും ഇടിച്ചു തള്ളി പോകരുത്. വർത്തമാന സമാജം അതിനെല്ലാ ഇടവകകളിലും നേതൃത്വം കൊടുക്കണം. ഈ ലീഡർഷിപ്പാണ് ഈ ക്യാമ്പിൽ നിന്ന് നമ്മൾ ആർജിച്ചു കൊണ്ടുപോകേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം. ഡിസിപ്ലിൻ, അച്ചടക്കത്തിൻ്റെ നേതൃത്വം സ്ത്രീകൾ ഏറ്റെടുക്കുക. കുടുംബങ്ങളിൽ, പള്ളിയിലെ വിവിധ കാര്യങ്ങളിൽ. ഉദാഹരണമായിട്ട് കൈമുത്താൻ പോകുമ്പോൾ മുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് ശ്രദ്ധിക്കുക. അപ്പോൾ 1 അജ്ഞത, 2 അലസത, 3 അഹങ്കാരം. ഞാൻ എന്തോ ആണ്, ഐ എം ഓക്കെ, ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ എന്ന് ചിന്തിക്കരുത്. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ, എത്രയേഴെയാണ് ഞാൻ, അവിടുത്തെ സൃഷ്ടിയാണ് ഞാൻ, അവിടുന്ന് എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. ഫ്രാൻസിസ് അസീസിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവെ എന്നെ അവിടുത്തെ ഉപകരണമാക്കണമേ. നമ്മളൊക്കെ ഒത്തിരി ഉപകരണങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നവരാണ്. മിക്സിയും പലവിധമായ ഉപകരണങ്ങൾ. നമുക്കറിയാം, അത് പ്രവർത്തിക്കണമെങ്കിൽ ബാഹ്യമായ എനർജി ആവശ്യമാണ്. എൻ്റെ കർത്താവിൽ നിന്നും എനർജി എനിക്ക് കിട്ടുമ്പോൾ, നമുക്ക് ഓരോരുത്തർക്കും കിട്ടുമ്പോഴാണ് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ ഉപകരണങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ വലിയ മാറ്റത്തിൻ്റെ അനുഭവം ഉണ്ടാകും. 4-ാമതായിട്ട് ആഡംബരപ്രിയത. ആഡംബരം വർദ്ധിക്കുന്നു. ആവശ്യമായിട്ടുള്ളതൊക്കെ നല്ലതാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ കർത്താവിനും പ്രിയമല്ലാതെയാകുന്ന ആഡംബരപ്രിയത. തിമോത്തിയോസിൻ്റെ ലേഖനം, 1-ാം ലേഖനം നിങ്ങൾ പഠിച്ചതാണ്. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത്. എല്ലാവരും വായിച്ചിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. നമ്മളിന്ന് ശരീരത്തിന് ഒത്തിരി എക്സസൈസ് ഒക്കെ കൊടുക്കുന്നു, ശരീരത്തെ ഒരുക്കാൻ ഒത്തിരി ബ്യൂട്ടി പാർലറുകളിലൊക്കെ പോകുന്നു. ആത്മാവിനെ ഒരുക്കാനോ? വിളിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോകുമ്പോൾ കർത്താവിനെ ഞങ്ങൾക്ക് തന്ന അമ്മ ഇതാ ശാന്തമായി പോകുന്നുവെന്ന് നമ്മുടെ മക്കളൊന്ന് പ്രാർത്ഥിച്ച് നമ്മളെ യാത്രയയക്കുമോ? കർത്താവിനെ ഞങ്ങൾക്ക് നൽകിയ അമ്മ ശാന്തമായി പോകുന്നു. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത്. ഉള്ളിനെ വൃത്തിയാക്കുന്നതിന് ശ്രമിക്കുക. അതിന് ഭാരതീയ ദർശനപ്രകാരം നമ്മുടെ കുടുംബങ്ങളിൽ 5 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. 1 ഋഷി യജ്ഞം, അതായത് ആത്മീയ പഠനം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വേദപുസ്തകം പഠിക്കുക, അതാണ് ഋഷി യജ്ഞം. വിശുദ്ധ വേദപുസ്തകം, തിരുവെഴുത്തുകൾ വായിച്ച് പഠിച്ച്, അത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലെ നിഗൂഢമായിട്ടുള്ള അർത്ഥതലങ്ങൾ മനസ്സിലാക്കുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണം. 2 ദേവയജ്ഞം, ആരാധന, പ്രാർത്ഥന, ഉപവാസം, നോയമ്പ്, ഇതെല്ലാം ദേവയജ്ഞത്തിൽ വരുന്നതാണ്. നോയമ്പും നമസ്കാരവും പ്രാർത്ഥനയും ആരാധനയിൽ സംബന്ധിക്കുന്നതും എല്ലാം കൗദാശിക കാര്യങ്ങൾ എല്ലാം ദേവയജ്ഞത്തിൽ വരുന്നതാണ്. 3 നൃയജ്ഞം, അതിഥി സൽക്കാരം, മനുഷ്യനോടുള്ള കമ്മിറ്റ്മെൻറ്റ്. ഇതര മനുഷ്യരോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റാണ് എന്ത്? സമൂഹത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റാണ് നരൻ, മനുഷ്യനോടുള്ളതായ കമ്മിറ്റ്മെൻറ്റ്. 4 പിതൃയജ്ഞം, മാതാപിതാ ഗുരുദൈവം. ഇന്നലെ 2 പ്രാവശ്യം, ഇപ്പം ഞാനും കൂടെ കൂട്ടി 3 പ്രാവശ്യം ഇവിടെ തന്നെ പറഞ്ഞു. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്നുള്ള യജ്ഞം. ഇതുണ്ടെങ്കിൽ മാത്രമേ കുടുംബമാവുകയുള്ളൂ. കുടുംബത്തിന്
സൗന്ദര്യമുണ്ടാവുകയുള്ളൂ, കുടുംബത്തിന് സമാധാനമുണ്ടാവുകയുള്ളൂ. 5 ഭൂതയജ്ഞം, പ്രകൃതിയെ സംരക്ഷിക്കുക. ദൈവമേൽപ്പിച്ചിരിക്കുന്ന തോട്ടം കാക്കുക. ആദത്തെയും ഹവ്വയെയും ദൈവം ഏദനിലാക്കിയിട്ട് തോട്ടം കാക്കാൻ പറഞ്ഞല്ലോ. നമ്മളെ ആക്കിയിരിക്കുന്നിടത്തെ തോട്ടം കാക്കുക. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പരിസരത്ത് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്, പ്ലാസ്റ്റിക് ഒന്നും ഇടരുത്. അപ്പം ഈ പ്രകൃതിയെ പരിരക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഋഷി യജ്ഞം, വചന പഠനം, ദേവയജ്ഞം, പ്രാർത്ഥന, നോയമ്പ്, ഉപവാസം, ആരാധനയിൽ പങ്കെടുക്കുക, കൗദാശിക കാര്യങ്ങൾ. നൃയജ്ഞം, സമൂഹത്തെക്കുറിച്ചുള്ള കരുതൽ. 4 പിതൃയജ്ഞം, മാതാപിതാക്കളെക്കുറിച്ചുള്ള കരുതൽ. 5 ഭൂതയജ്ഞം, പ്രകൃതിയെക്കുറിച്ചുള്ളതായ കരുതൽ. ഇതിനൊക്കെയും നമുക്ക് ആവശ്യമായ സന്ദേശങ്ങളൊക്കെയും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. ഇവിടെ പ്രായമുള്ള സ്ത്രീകൾ, അമ്മമാർ ധാരാളം പേരുണ്ട്. ഈ അമ്മമാർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു വാക്യം, തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം മുതൽ നന്നായിട്ട് വായിച്ച് പഠിച്ച് പ്രായോഗികമാക്കണം. ഇന്ന് പലതര കുടുംബ പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യൗവനക്കാരായ നമ്മുടെ ആൺപെൺ മക്കളിൽ കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വൃദ്ധകളായ സ്ത്രീകളോട് തീത്തോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ പവിത്ര യോഗ്യരും ഏഷണി പറയാത്തവരും ലഹരിക്കടിമപ്പെടാത്തവരും നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കണം. 4 കാര്യങ്ങൾ. പവിത്ര യോഗ്യർ, അതാണല്ലോ നമ്മുടെ വിഷയം, പവിത്രീകരണം. 2 ഏഷണി പറയരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയരുത്, ഏഷണി പറയരുത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം, നാവ് വല്ലാത്ത ഒരവയവമാണ്, ഏഷണി പറയരുത്, വീഞ്ഞിന് അടിമപ്പെടരുത്, ലഹരിക്കടിമപ്പെടരുത്. ലോകത്തിലുള്ള ഏതൊന്നിനോടുമുള്ള അടിമപ്പെടൽ അമിതമായി പോയാൽ അതെല്ലാം ലഹരിയാണ്. വീടായാലും മക്കളായാലും സ്വർണമായാലും പണമായാലും സൗന്ദര്യമായാലും എന്താണെങ്കിലും മക്കൾ നമ്മളുടേതല്ല, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. എൻ്റെ മക്കൾ എന്ന് ആരും പറയാൻ പാടില്ല. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നു ഈ മക്കളെ, അത്രയുമേ ഉള്ളൂ. കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ് മക്കളെ. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ പ്രായമുള്ള അമ്മച്ചിമാർ ശ്രദ്ധിക്കുക. 1 പവിത്ര യോഗ്യർ, ഏഷണി പറയാത്തവർ. 3 ലഹരിക്കടിമപ്പെടാത്തവർ. 4 നന്മ ഉപദേശിക്കുന്നവരുമാകുക. ഉപദേശിക്കണമെങ്കിൽ ആദ്യത്തെ 3 ക്വാളിറ്റീസ് ഉണ്ടെങ്കിലേ നമുക്ക് ഉപദേശിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ യൗവനക്കാരത്തികൾ, നമ്മുടെ പെൺമക്കളും ആൺമക്കളെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്, ഭർത്തൃപ്രിയരും പുത്രപ്രിയരും സുബോധമുള്ളവരും ദയയുള്ളവരും പാതിവൃത്യമുള്ളവരും ആയി തീരുകയുള്ളൂ എന്ന്, ഭർത്താവിന് വിധേയപ്പെടുന്നവരുമായി തീരുകയുള്ളൂ. നമ്മുടെ പെൺമക്കൾ ഭർത്തൃപ്രിയരും പുത്രപ്രിയരും ദയയുള്ളവരും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ഭർത്താവിന് വിധേയപ്പെടുന്നവരുമാകണമെങ്കിൽ അമ്മമാർ നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം. ഇന്ന് ലോകത്തിലെല്ലാ സ്ഥലത്തും പോകാൻ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്. എല്ലാ ദേശത്തും ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കും. അവർക്കിഷ്ടമില്ലാത്ത ഒരു ദേശമേ ഉള്ളൂ, ഉപദേശം. ഉപദേശിക്കാൻ പോയാൽ അവരത് സ്വീകരിക്കുകയില്ല, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കാരണം ഇന്നെല്ലാം കാഴ്ചയാണ്. കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ TV-യുടെയും ഒക്കെ കാലത്തെല്ലാം കാണുകയാണ്. ഇൻ്റർനെറ്റൊക്കെ വന്നപ്പോൾ എല്ലാം കാണുകയാണ്. ആരെയും പറഞ്ഞ് നന്നാക്കാൻ പറ്റത്തില്ല. നമ്മൾ ജീവിച്ച് കാണിച്ച് കൊടുക്കണം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 2 മുതലുള്ളതായ വാക്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുക. മീഖാ പ്രവാചകൻ്റെ 6-ാം അധ്യായം 8-ാം വാക്യം, കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും
നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മീഖ 6:8. സമയമുള്ളപ്പോൾ വീട്ടിലിരുന്ന് വായിച്ച് പഠിക്കുക. ന്യായം പ്രവർത്തിക്കുക. വാല്യൂ ഡിറ്റീരിയറേഷൻ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ്. വാല്യൂ ഓറിയൻറ്റഡ് ആയിരിക്കണമെന്ന് നമ്മൾ പഠിച്ചുവല്ലോ ഇന്നലെ. നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെടുന്ന മൂല്യങ്ങൾ, ഈ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കുക. ഈ മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് അമ്മമാർ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രമിച്ചാൽ വളരെയേറെ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ശ്രമിക്കുക. ദൈവം വഴി നടത്തുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അതിന് വാതിൽ തുറന്നു തരുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഈ ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരനായിരിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. എനിക്ക് ആദ്യം മുതൽ അവസാനം വരെയും എല്ലാവരോടും എപ്പോഴും എന്നോട് തന്നെയും പറയാനുള്ളത് താഴ്മയോടെ നടക്കുക. ഇതാണ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടമുള്ള അലങ്കാരം. ക്രൈസ്തവ സ്ത്രീയുടെയും ക്രൈസ്തവ കുടുംബങ്ങളുടെയും അലങ്കാരമാണ് വിനയം. ഈ വിനയം ആർജിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നോക്കുക. ഇന്നലെ പറഞ്ഞുവല്ലോ, മരം ഒരു വരമാണ്. മരം എല്ലാം മുകളിലേക്ക് നോക്കി വളരുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, മരമെല്ലാം അതിൻ്റെ തല കുനിച്ചാ നിൽക്കുന്നത്. സ്രഷ്ടാവിൻ്റെ മുൻപിൽ സൃഷ്ടി കുനിഞ്ഞിരിക്കണം. അതോടൊപ്പം കാറും കോളുമുള്ള മഴയും കാറ്റും വരുമ്പോൾ മരം താഴെ വീഴാതിരിക്കാൻ കാണാമറയത്തേക്കൊരു യാത്രയുണ്ട്, ആഴമേറിയ വേരോട്ടം. പ്രാർത്ഥനയാകുന്ന വേരോട്ടത്തിലൂടെ, ആഴമേറിയ വേരോട്ടത്തിലൂടെ നന്നായി മുന്നോട്ട് പോകുന്നതിന് ശ്രമിക്കാം. വിശുദ്ധ വേദപുസ്തകം ആദം ഹൗവ മുതൽ അങ്ങ് വരെയും നമ്മൾ പഠിക്കുമ്പോൾ ധാരാളം കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 18-ാം അധ്യായം, റോമർ 16, 2 തീമോത്തിയോസ് 4, ആ ഒരു കുടുംബം മാത്രം പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിസ്കില്ലായുടെയും അക്വിലാവിൻ്റെയും ഭവനം, മർത്തമറിയം സമാജാംഗങ്ങളുടെ ഭവനം പ്രിസ്കില്ലായുടെ ഭവനം പോലെ ആയിരിക്കണം. പ്രിസ്കില്ലായുടെ ഭവനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭവനം ഡൊമസ്റ്റിക് ചർച്ച്, അതൊരു സഭ തന്നെ ആയിരുന്നു. ആ സഭയിൽ, ഭവനമെന്ന സഭയിൽ പ്രത്യക്ഷമായ സാക്ഷികൾ ഉണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും, അക്വിലാവും പ്രിസ്കില്ലയും. അവർ ഒരുമിച്ച് കർത്താവിനായി വേല ചെയ്തു. ജീവിത പങ്കാളികളെ കൂടി ഒരുമിച്ച് വേല ചെയ്യിക്കുന്നതിന് കണ്ണുനീരോടെ ഓലോല കണ്ണുനീരൊഴുക്കുക. അത്ര എളുപ്പമല്ല ഓലോല കണ്ണുനീരൊഴുക്കുക. അക്വിലാവും പ്രിസ്കില്ലയും വിശുദ്ധന്മാർക്ക് ആശ്വാസം കൊടുത്തു. ആശ്വാസം കൊടുക്കുന്ന ഭവനം ക്രൈസ്തവ കുടുംബങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, അനേകം ആളുകൾ നമ്മുടെ ഇടയിൽ സാന്ത്വനം ലഭിക്കുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട്. ആ സാന്ത്വനം ലഭിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാന്ത്വനം കൊടുക്കുവാനായിട്ട് ദൈവം നമ്മളെയൊക്കെ മുഖാന്തരമാക്കുന്നതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സുവിശേഷത്തിന് ബന്ധപ്പെടുന്ന ഭവനമായിരുന്നു പ്രിസ്കില്ലയുടെയും അക്വിലാവിൻ്റെയും. സുവിശേഷത്തിന് ഗുഡ് ന്യൂസ്, സുവിശേഷത്തിന് ബന്ധപ്പെടുക. എവിടെ ദൈവത്തിൻ്റെ വചനമുണ്ടോ അത് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ദൈവവിശ്വാസത്തിൽ ജീവിക്കുക. കർത്താവിനു വേണ്ടി സമയം കണ്ടെത്തുക. സമയം, ദശാംശത്തിൽ സമയത്തിൻ്റെ ദശാംശം, വചനത്തിൻ്റെ കലവറക്കാരാകുക. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൻ്റെ കലവറക്കാരായി തീരുന്നതിന് നമുക്ക് സാധിക്കണം. അക്വിലാവ് വചനത്തിൻ്റെ കലവറക്കാരായിരുന്നു. അക്വിലാവും പ്രിസ്കില്ലയും ആ കുടുംബം പോലെ. അപ്പോസ്തലപ്രവൃത്തികൾ, റോമർക്ക് എഴുതിയ ലേഖനം, അതുപോലെ തന്നെ 2 തീമോത്തിയോസ്, ഇവിടെയെല്ലാം ഇത് ദ്യോതിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ചെന്ന് വായിച്ചു പഠിക്കുവാൻ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. വീട്ടിലിരിക്കുമ്പോൾ ധ്യാനിക്കണം, പഠിക്കണം, പ്രാവർത്തികമാക്കണം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലുണ്ടായിരിക്കണം. അത്
മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. മക്കൾക്കത് ഉപദേശിച്ചു കൊടുക്കണം. വീട്ടിലിരിക്കുമ്പോഴും വഴിയിൽ കൂടി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് മക്കളോട് സംസാരിക്കണം. സമൃദ്ധിയിലും വിജയത്തിലും ദൈവത്തെ ഓർക്കുകയും ആരാധിക്കുകയും വേണം. സമൃദ്ധിയിലും, സങ്കടത്തിൽ നല്ല പറഞ്ഞിരിക്കുന്നത്, സമൃദ്ധിയിലും വിജയത്തിലും ദൈവത്തെ ഓർക്കുകയും ദൈവത്തെ ആരാധിക്കുകയും വേണം. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെയും നമ്മൾ ദൈവത്തിൻ്റെ സഹയാത്രികരായിട്ട് കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ, നമ്മളുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ ദൈവത്തെ പകരുന്നവരാകുന്നവരായിട്ട് മാറുക. നമ്മുടെ വിജയത്തിലും സമൃദ്ധിയിലുമൊക്കെ ദൈവത്തെ ആരാധിക്കുന്നവരാകുന്നതിന് ശ്രമിക്കുക. ഒരു കൊച്ചു കഥയുണ്ട്. ഒരു താരകം, ഒരു നക്ഷത്രം പെട്ടെന്ന് അമ്മയെ അനുസരിക്കാതെ ഭൂമിയിൽ വന്ന് വീണു. ഭൂമിയിൽ വന്ന് വീണ് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിന് വലിയ ആഗ്രഹം തിരിച്ച് അമ്മയുടെ അടുത്ത് പോകണം. അപ്പോൾ കുറച്ച് കൊച്ചു കുട്ടികൾ ഈ കാഴ്ച കണ്ടു. കൊച്ചു കുട്ടികൾ വന്ന് ചോദിച്ചു, എന്താ നീ ഇരുന്ന് കരയുന്നത്? എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോകണം. കുഞ്ഞുങ്ങൾക്കറിയില്ല എങ്ങനെയാണ് ആകാശത്തിലെ നക്ഷത്ര അമ്മയുടെ അടുത്ത് ഈ നക്ഷത്ര കുഞ്ഞിനെ കൊണ്ടുവിടുക എന്ന്. കൊച്ചു കുഞ്ഞുങ്ങൾ നിഷ്കളങ്കർ. അവർ ഈ നക്ഷത്ര കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവരുടെ അധ്യാപികയുടെ അടുത്ത്, ടീച്ചറിൻ്റെ അടുത്ത് ചെന്നു. ടീച്ചർമാരുടെ അടുത്ത് എന്നാൽ ഒത്തിരി കാര്യങ്ങൾ ടീച്ചർമാർ പറയും. ആ ടീച്ചർ ചോദിച്ചു, ഏത് ഗാലക്സിയിൽ പെട്ടതാണ് നിൻ്റെ അമ്മ? എത്ര പ്രകാശവർഷത്തിന് മുൻപുണ്ടായതാണ് നിൻ്റെ അമ്മ? കുഞ്ഞിന് ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ പറഞ്ഞു, എന്നാൽ നമുക്കൊരു ശാസ്ത്രജ്ഞൻ്റെ അടുത്ത് പോകാം. ശാസ്ത്രജ്ഞൻ ബഹിരാകാശ പേടകത്തിൽ വെച്ച് ഈ കുഞ്ഞിനെ മേളോട്ടും താഴോട്ടും കൊണ്ടുപോയി. നക്ഷത്ര അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ നക്ഷത്ര കുഞ്ഞ് വീണ്ടും ചെടിക്കിടയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് വന്ന് ചോദിച്ചു, എന്താ നക്ഷത്രമേ നീ ഇവിടെ ഇരുന്ന് കരയുന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് പോകണം. പെട്ടെന്ന് ഈ കൊച്ചു കുഞ്ഞ് പറയുകയാണ്, നിന്നെ കൊണ്ടാവുന്ന ശബ്ദത്തിൽ അമ്മയെ എന്നുറക്കെ വിളിക്കുക, അപ്പോൾ നിൻ്റെ അമ്മ ഇങ്ങു വരും. നിന്നെ കൊണ്ടാവുന്ന ശബ്ദത്തിൽ ഉറക്കെ. ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അമ്മയെന്ന് വിളിച്ചാൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഓടി വരും. അതുപോലെ ആവുന്നത്ര ഉച്ചത്തിൽ നീ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. നക്ഷത്ര കുഞ്ഞ് ആവുന്നത്ര ഉച്ചത്തിൽ അമ്മയെന്ന് വിളിച്ചു. നക്ഷത്ര കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് കുഞ്ഞിനെ വാരിപ്പുണർന്ന് എടുത്തുകൊണ്ട് പോയി. പ്രിയപ്പെട്ടവരെ, ഒരു നക്ഷത്ര കുഞ്ഞിന് നക്ഷത്ര അമ്മയെയും ഒരു ശിശുവിന് തൻ്റെ അമ്മയെക്കുറിച്ചും ഇത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നമ്മളെ കരുതുന്ന നമ്മുടെ കർത്താവ്, ഓലോല കണ്ണുനീരൊഴുക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അച്ചടക്കമുള്ള അമ്മമാരുടെ കുടുംബങ്ങളെക്കുറിച്ച്, യാമാരംഭത്തിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ കുടുംബങ്ങളെക്കുറിച്ച് എത്രമാത്രം കരുതലുള്ളവനായിരിക്കും എന്ന് ഒന്നോർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട അമ്മയും ഇവിടെ വന്നിരിപ്പുണ്ട്. ഒരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ദൈവത്തെ തന്ന അമ്മ നിങ്ങളുമായിട്ട് എനിക്കും സമ്മതിക്കുവാനിടയാകി അങ്ങനെ ഒരു അവസരം ലഭിച്ചു എന്നുള്ളതിൽ ഏറ്റവും ഏറെ സന്തോഷം ഉണ്ട്. ക്രൈസ്തവ കുടുംബം പ്രാർത്ഥനയുടെയും ശുശ്രൂഷയുടെയും ആയിരിക്കണം. നിർത്തട്ടെ. ക്രൈസ്തവ കുടുംബത്തിന് ധ്യാനം, സ്നേഹം, സഹനം. ധ്യാനമധികം സ്നേഹമധികം സഹനം സമം ക്രൈസ്തവ കുടുംബം. ധ്യാനിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇൻറ്റീരിയർ സൈലൻസ്, ഉള്ളിലെ മഹാമൗനത്തിലൂടെ അഭയമായ ദൈവത്തെ ഒന്ന് കാണുവാൻ, ദൈവത്തെ ഒന്ന് കേൾക്കുവാൻ, ദൈവത്തെ ഒന്ന് രുചിച്ചറിയുവാൻ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഓലോല കണ്ണുനീരൊഴുക്കാം. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പകരാം.